ജനങ്ങൾക്ക് തീർച്ചയായും അത്തരത്തിലൊരു രോഷപ്രകടനം നടത്തേണ്ട കാലഘട്ടമാണ്. കാരണം നീതിന്യായ വ്യവസ്ഥയോട് കേരളത്തിലെ അല്ല ഇന്ത്യയിലെ തന്നെ ഒരു നീതിന്യായ വ്യവസ്ഥയോട് ജനങ്ങൾക്ക് വളരെ കാലമായി അവമതിപ്പാണ്. കാരണം ഒരാളെ കൊന്നതിന് ശേഷം പിന്നീട് പുറത്തിറങ്ങി വീണ്ടും അത്തരത്തിലുള്ള കൃത്യങ്ങൾ ചെയ്യാൻ അയാളെ പ്രേരിപ്പിക്കുന്നത് ഈ നിയമത്തിൻ്റെ ഒരു പരിരക്ഷയാണ്. അത്തരത്തിൽ ഈ ഒരു അവസരത്തിലാണ് ശങ്കരനാരായണൻ എന്ന പിതാവിനെ കൂടി ഓർമ്മിക്കേണ്ടത്. കാരണം കൃഷ്ണപ്രിയ എന്ന 13 വയസ്സുകാരിയെ പിച്ച് ചീന്തിയ മുഹമ്മദ് കോയ എന്ന നരാധമനെ ഇരട്ടക്കുഴൽ തോക്കിന് വെടിവെച്ച് കൊന്ന് ക്ഷേത്രക്കിണറ്റിൽ ഇട്ടിട്ട് നീതിന്യായ വ്യവസ്ഥയ്ക്ക് മുന്നിൽ കീഴടങ്ങിയ ആച്ചൻ കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം അന്തരിച്ചത്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ അദ്ദേഹം നീതി നിഷേധത്തിനെതിരെ ഒരു പ്രതിഷേധമായിട്ട് തൻ്റെ മകളുടെ ഘാതകനെ അവസാനിപ്പിച്ചു, ജയിലിലേക്ക് പോയി. എന്നാൽ കോടതി അദ്ദേഹത്തെ പിന്നീട് വെറുതെ വിടുകയാണ് ഉണ്ടായത്. അത്തരത്തിൽ ഈ ഒരു ജോജോ ആൻ്റണി എന്ന 19 വയസ്സുകാരൻ അയാൾ ഈ ആളുകൾക്കിടയിലൂടെ ഈ കൃത്യം നടത്തിയ സ്ഥലത്തേക്ക് എത്തിക്കുമ്പോഴും അയാളുടെ മുഖത്ത് പശ്ചാത്താപത്തിൻ്റെ ഒരു കണിക പോലും അവശേഷിക്കുന്നില്ല. അയാൾ കൂളായിട്ടാണ് പോലീസ് ഉദ്യോഗസ്ഥരോട് താൻ എങ്ങനെയാണ് ഈ കൃത്യം ചെയ്തത്, എന്തിനാണ് ഇത് ചെയ്തത് എന്നൊക്കെ വളരെ ലാഘവത്തോടെയാണ് അയാൾ പോലീസിനോട് കുറ്റസമ്മതം നടത്തുന്നത്. അപ്പോൾ പിന്നെ അവിടെ കൂടുന്ന കേവലം 6 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിയെ പ്രകൃതി വിരുദ്ധ ലൈംഗിക ബന്ധത്തിന് ഇരയാക്കി, അല്ലെങ്കിൽ ആ ഒരു ബന്ധത്തിനെ നിർബന്ധിക്കുകയും അത് നിരസിക്കുകയും ചെയ്തതിലുള്ള വൈരാഗ്യത്തെ തുടർന്ന് കൊലപ്പെടുത്തി എന്ന് പറഞ്ഞാൽ അതിക്രൂരമായ രീതിയിലാണ് ഈ കൃത്യം ചെയ്തിരിക്കുന്നത്.